ഇത് ഒരു ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞാൽ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തി മാത്രമല്ല, ഈ സംസ്ഥാന സർക്കാരുകളെ, അതായത് BJP അല്ലാത്ത മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തുക, സമാന്തരമായി BJP ഭരണം നടത്തുക, ആ ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് ഗവർണർമാരെ നിയമിക്കുന്നത്. ഇത് കേരളത്തിൽ മാത്രമല്ല, പശ്ചിമ ബംഗാളിൽ നമ്മളിതിൻ്റെ ഏറ്റവും തരംതാണൊരു രീതി വരെ കണ്ടതാണ്. അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഒരു കാരണമുണ്ടാക്കി അവിടുത്തെ ഗവർണർ കുച്ച് ബിഹാർ എന്ന പ്രദേശം സന്ദർശിക്കാൻ പോവുകയാണ്. സുപ്രീം കോടതിക്ക് ഇടപെടേണ്ടി വന്നു, പോരുതെന്ന് പറഞ്ഞു. അതുപോലെ തമിഴ്നാട്ടിലെ ഗവർണർ JV അദ്ദേഹം നടത്തിയ കാര്യങ്ങൾ, അതിൻ്റെ മറ്റൊരു രീതിയാണ് നമ്മളിവിടെ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇദ്ദേഹം ഗവർണർ നേരെ തെരുവിലിറങ്ങി ഓരോ ശബ്ദകോലാഹലങ്ങളെല്ലാം ഉണ്ടാക്കി, വഴിയെല്ലാം മുടുക്കി, എങ്ങനെയെങ്കിലും ഒരു സംഘർഷം ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി, ആ ഒരു ഉദ്ദേശത്തോടു കൂടിയെല്ലാമാണ് അദ്ദേഹം ആ പദവിയെ തന്നെ, അതിൻ്റെ ബഹുമാനം തന്നെ ഇല്ലാതാക്കിയത്. ഇപ്പോൾ ഇന്നത്തെ ഈ വിധി എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ളൊരു രസകരമായ വസ്തുത എന്താ അറിയൂ, ഇത് ശരിക്കും ചരിത്രത്തിൽ ഇടം നേടേണ്ടതാണ്. അതായത് ആരിഫ് മുഹമ്മദ് ഖാൻ കൈക്കൊണ്ട 9ാമത്തെ തീരുമാനമാണ് കേരള ഹൈക്കോടതി റദ്ദാക്കുന്നത്. 9ാമത്തെ. അതായത് 2022 നവംബർ 8-നാണ് ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ തീരുമാനം. ഗവർണർ രാജിവെക്കാൻ നിർദ്ദേശിച്ച VC മാർക്ക് തുടരാമെന്ന് ഹൈക്കോടതി അന്ന് തുടങ്ങിയതാണ്. എന്നിട്ട് ഇന്നിപ്പോൾ 2024 മെയ് 21 കേരള ഹൈക്കോടതി സെനറ്റിലേക്ക് ഇഷ്ടക്കാരെ നിയമിച്ച ഗവർണറുടെ നടപടി കോടതി റദ്ദാക്കി. അതായത് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് തമിഴ്നാട് ഗവർണറെയും പിന്നെ അതുപോലെ പശ്ചിമ ബംഗാൾ ഗവർണറെയും എല്ലാം അദ്ദേഹം കടത്തിവിട്ടിരിക്കുന്നു. രാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായാണ് ഒരു ഗവർണർ, ഒരു സംസ്ഥാനത്ത് ഗവർണർ കൈക്കൊണ്ട ഇത്രയധികം നടപടികൾ ആ സംസ്ഥാനത്തെ ഹൈക്കോടതി റദ്ദാക്കുന്നു. 9 നടപടികൾ. ഈ 9-നൊരു സാദൃശ്യമുണ്ട്. അതായത് ആരിഫ് മുഹമ്മദ് ഖാൻ ഏതാണ്ട് 9ഓളം തവണയാണ് പാർട്ടി മാറിയിരിക്കുന്നത്. അപ്പോൾ ഇത് യാദൃച്ഛികമാണോ എന്നറിയില്ല. അദ്ദേഹം BKD-യിലൂടെ ഈ രാഷ്ട്രീയ പ്രവേശനം നടത്തിയതാണ്. അത് കഴിഞ്ഞിപ്പോൾ അവസാനം BJP-യിൽ എത്തി നിൽക്കുന്നു. മാത്രമല്ല, ഉത്തർപ്രദേശിൽ അദ്ദേഹത്തിൻ്റെ വളരെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി അദ്ദേഹം BJP നേതാക്കളുമായെല്ലാം സംസാരിച്ചിരുന്നു. ചില കുടുംബാംഗങ്ങൾ അവിടെ ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി, അത് കിട്ടിയിട്ടില്ല തോന്നുന്നു. ഇനിയിപ്പോൾ എനിക്കറിയില്ല, രാജ്യത്തെ രാഷ്ട്രീയക്കാറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അധികം താമസിയാതെ, ഒരുപക്ഷെ അടുത്ത മാസം നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ അദ്ദേഹം വേറെ വല്ല പാർട്ടിയിലും ആവുമെന്ന് അറിയില്ല. പക്ഷേ എന്തായാലും ഇത് ചരിത്രമാണ്. ഇന്ത്യയിൽ ഇത്രയധികം പാർട്ടികൾ മാറിയ ഒരാളുമില്ല. അതോടൊപ്പം തന്നെ ഇത്രയധികം ഹൈക്കോടതിയിൽ നിന്ന് തീരുമാനങ്ങൾ റദ്ദാക്കുന്ന മറ്റൊരു സംഭവം 9 തവണയാണെന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഗവർണറുടെ നടപടി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രവർത്തിക്കുന്നത് 100% ഭരണഘടനാ വിരുദ്ധമാണ്. അപ്പോൾ ഇത് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ അജണ്ട വളരെ വ്യക്തമാണ്. എന്തും ചെയ്യും, കാരണം അതാണ് അവിടെ നിന്ന് കൊടുത്തിരിക്കുന്ന ഒരു അജണ്ട. അതിനകത്ത് നമുക്ക് യാതൊരു അത്ഭുതവുമില്ല. പക്ഷേ ഇതിനെല്ലാം ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. കേരളത്തിലെ പ്രതിപക്ഷം, കേരളത്തിലെ മാധ്യമങ്ങൾ എന്താണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഓരോ നിയമവിരുദ്ധമായ നടപടിക്കും ഈ ന്യായീകരണങ്ങൾ കണ്ടെത്താനാണ് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ശ്രമിച്ചത്. അവരെല്ലാവരും തന്നെ ഈ 9 പട്ടിക അത് സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാന് ഈ ഹൈക്കോടതി നേരിട്ട തിരിച്ചടികളുടെ പട്ടിക കൈരളി ന്യൂസ് സംപ്രേഷണം ചെയ്യുന്നുണ്ട്. എല്ലാവരും തന്നെ അതൊന്ന് വായിച്ചു നോക്കണം. അതുകൊണ്ട് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ചരിത്രത്തിൽ ഇടം നേടുകയാണ്.